ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് പ്രൊഫഷണൽ എത്തിക്സ് ഓഫ് ടീച്ചേഴ്സ് ആണ്. നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ എൻ പി യുടെ റെക്കമെൻഡേഷൻസ് പ്രകാരം NCERT പല ടീച്ചർ അസോസിയേഷൻസുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത ഫോർ ദ ഫസ്റ്റ് ടൈം 1997 ഒരു കോഡ് ഓഫ് പ്രൊഫഷണൽ എത്തിക്സ് ഫോർ ടീച്ചേഴ്സ് ഡെവലപ്പ് ചെയ്തത്. ഇത് ഇയർ ബൈ ഇയർ ഈ കോഡ് ഓഫ് പ്രൊഫഷണൽ എത്തിക്സ് റിവൈസ് ചെയ്യാറും ഉണ്ട്. ടീച്ചേഴ്സിൻ്റെ പ്രൊഫഷണൽ ഓർഗനൈസേഷൻസ് തന്നെയാണ് ഈ കോഡ് പ്രിപ്പയർ ചെയ്യുന്നത്. കാരണം ഇത് അവരിന്മേൽ തന്നെ സെൽഫായിട്ട് ഇമ്പോസ് ചെയ്യുന്നൊരു ഡിസിപ്ലിൻ ആയതുകൊണ്ട് ഇത് എൻഷുർ ചെയ്യേണ്ടതും അവരുടെ തന്നെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. മറ്റുള്ള പ്രൊഫഷൻസ് പോലെ ഈ ഒരു ടീച്ചിങ് പ്രൊഫഷൻ്റെ ഡിഗ്നിറ്റിയും ഇൻറ്റഗ്രിറ്റിയും ഒക്കെ എൻഷുർ ചെയ്യണമെങ്കിൽ ഈ ഒരു പ്രൊഫഷണൽ എത്തിക്സ് ഒരു പ്രീ റിക്വസൈറ്റ് തന്നെയാണ്. അപ്പോൾ എത്തിക്സ് എന്നൊരു വേർഡ് മീനിങ് നോക്കുകയാണെങ്കിൽ ഒരു പേഴ്സൺ ഒരു ആക്ടിവിറ്റി കണ്ടക്ട് ചെയ്യുമ്പോൾ ആ ഇൻഡിവിജ്വൽ ഫോളോ ചെയ്യുന്ന കുറച്ച് മോറൽ പ്രിൻസിപ്പിൾസ് ഉണ്ടാവും. അതാണ് ശരിക്കും എത്തിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആസ് ടീച്ചേഴ്സ് അവരുടെ പ്രൊഫഷണൽ എത്തിക്സ് എന്ന് പറയുന്നത് അവരെ എത്തിക്കുന്നത് 3 പാർട്ടീസിനോടുള്ള ഒബ്ലിഗേഷൻസിലേക്കാണ്. ഫസ്റ്റ് വൺ ഒബ്ലിഗേഷൻ ടുവേർഡ്സ് സ്റ്റുഡൻസ്, സെക്കൻഡ് ഒബ്ലിഗേഷൻ ടുവേർഡ്സ് പേരൻസ്, കമ്മ്യൂണിറ്റി ആൻഡ് സൊസൈറ്റി, ആൻഡ് ലാസ്റ്റ് വൺ ഒബ്ലിഗേഷൻ ടുവേർഡ്സ് ദ പ്രൊഫഷൻ ആൻഡ് കൊളീഗ്സ്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ടീച്ചേഴ്സിന് ഒബ്ലിഗേഷൻ ഉള്ളത് സ്റ്റുഡൻസിനോട് തന്നെയാണ്. അതൊന്ന് ഡീറ്റെയിൽഡായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത് ട്രീറ്റ് ഓൾ സ്റ്റുഡൻസ് വിത്ത് ലവ് ആൻഡ് അഫെക്ഷൻ എന്നുള്ളതാണ്. അതായത് ടീച്ചേഴ്സിന് അവരുടെ സ്റ്റുഡൻസിനോട് ജെന്വിൻ ആയിട്ടുള്ളൊരു ലവ് ആൻഡ് അഫെക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ലേണിംഗ് സംഭവിക്കുകയുള്ളൂ. അപ്പം ഈ ലവ് ആൻഡ് അഫെക്ഷൻ ഒന്നും കുട്ടികളുടെ സ്കൂൾ പെർഫോമൻസോ അല്ലെങ്കിൽ അവരുടെ അച്ചീവ്മെൻറ്റ് ലെവലിൻ്റെ ഒന്നും ബേസിസിലാവാൻ പാടില്ല. സെക്കൻഡ്, റെസ്പെക്ട്സ് ദ വാല്യൂ ഓഫ് ബീങ് ജസ്റ്റ് ആൻഡ് ഇംപാർഷ്യൽ ടു ഓൾ സ്റ്റുഡൻസ് ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ കാസ്റ്റ്, ക്രീഡ്, റിലീജിയൻ, സെക്സ്, എക്കണോമിക് സ്റ്റാറ്റസ്, ഡിസബിലിറ്റി, ലാംഗ്വേജ് ആൻഡ് പ്ലേസ് ഓഫ് ബർത്ത്. ഇതിൽ പറയുന്നത് ടീച്ചേഴ്സിന് ഒരു പേഴ്സണൽ ബിലീഫ് ഉണ്ടായിരിക്കും പല കാര്യങ്ങളിലും, ഫോർ റിഗാർഡിങ് കാസ്റ്റ്, റിലീജിയൻ, എക്കണോമിക് സ്റ്റാറ്റസ്, ലാംഗ്വേജ്, അങ്ങനെയൊക്കെ. അപ്പം ടീച്ചേഴ്സ് ഈ പേഴ്സണൽ ബിലീഫ് കുട്ടികളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കരുത്. സ്കൂളെന്ന് പറയുന്ന പ്ലേസ് ശരിക്കും സോഷ്യൽ ജസ്റ്റിസും ഇക്വിറ്റിയും ഒക്കെ പ്രാക്ടീസ് ചെയ്യപ്പെടേണ്ട ഒരു പ്ലേസാണ്. അതിനെ അങ്ങനെ ആക്കിയെടുക്കാൻ ടീച്ചേഴ്സ് ശ്രമിക്കണം. തേർഡ്, facilitates students' physical, social, intellectual, emotional and moral development. ഇതിൽ പറയുന്നത് ചൈൽഡ്ഹുഡാണ് ശരിക്കും ഒരു കുട്ടിയുടെ കേപ്പബിലിറ്റീസ് ടു ദ ഫുള്ളസ്റ്റ് ഗ്രോ ചെയ്യാനും ചേഞ്ച് ചെയ്യാനും പറ്റിയൊരു പീരീഡ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സ്കൂളിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ കൂടുതലും സ്ട്രെസ്സ് കൊടുക്കുന്നത് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിനാണ്. അതായത് ട്രഡീഷണൽ ആയിട്ടുള്ള 3 hours നമ്മൾ പഠിച്ചിട്ടുണ്ട്, റീഡിങ്, റൈറ്റിംഗ്, അരിതമെറ്റിക് ഒക്കെ. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ട് കുറച്ചുകൂടെ ബ്രോഡൻ ചെയ്ത ചൈൽഡ് ഡെവലപ്മെൻറ്റിൻ്റെ എല്ലാ ഏരിയാസും കവർ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇതിന് വേണ്ടിയിട്ട് ടീച്ചേഴ്സിന് ചെയ്യാൻ പറ്റുന്നത് അവരൊരു ഫെസിലിറ്റേറ്ററായി മാറുക, എന്നിട്ട് കുട്ടികളെ എല്ലാ കാര്യങ്ങളിലും പല ഡൈവേഴ്സ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യുക ഫോർ ദെയർ ഫിസിക്കൽ, ഇൻ്റലക്ച്വൽ, സോഷ്യൽ, ഇമോഷണൽ ആൻഡ് മോറൽ ഡെവലപ്മെൻറ്റ്. നമ്പർ 4, transacts the curriculum in conformity with the values enshrined in the Constitution of India. ഇതിൽ പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന കുറേ വാല്യൂസ് ഉണ്ട്. അതായത് ഡെമോക്രസി, സെക്യുലറിസം, ഇക്വാലിറ്റി, ജസ്റ്റിസ്, ലിബർട്ടി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ടീച്ചേഴ്സ് ചെയ്യേണ്ടത് ഈ വാല്യൂസ് എല്ലാം സ്കൂളിൽ പല ഡൈവേഴ്സ് ആക്ടിവിറ്റീസ് ഉണ്ടാവും. അതായത് കരിക്കുലാറും കോ-കരിക്കുലർ ആക്ടിവിറ്റീസും. ഈ ആക്ടിവിറ്റീസിലൂടെ ഈ പറയുന്ന വാല്യൂസ് എല്ലാം കുട്ടികളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. ബിക്കോസ് ഈ വാല്യൂസാണ് നമ്മുടെ സൊസൈറ്റിയിലെ ഒരു സോഷ്യൽ ട്രാൻസ്ഫോർമേഷനെ തന്നെ ഗൈഡ് ചെയ്യുന്ന പ്രിൻസിപ്പിൾസ്. 5, അഡാപ്റ്റ് ടീച്ചിങ് ടു ദ ഇൻഡിവിജ്വൽ നീഡ്സ് ഓഫ് സ്റ്റുഡൻസ്. അത് നമുക്കറിയാം, ഓരോ സ്റ്റുഡൻറ്റും ഡിഫറെൻ്റ് ആണ് ഫ്രം വൺ അനദർ ബിക്കോസ് ഓഫ് ദെയർ പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ട്സ് ആൻഡ് പ്രീവിയസ് നോളേജ്. അപ്പോൾ ടീച്ചേഴ്സ് അവരുടെ ടീച്ചിങ് പ്രോസസ്സ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന ഫാക്ടേഴ്സ് എല്ലാം കൺസിഡർ ചെയ്ത് വേണം പ്ലാനിങ് നടത്തുവാനായിട്ട്. നമ്പർ 6, മെയിൻറ്റെയിൻ ദ കോൺഫിഡൻഷ്യാലിറ്റി ഓഫ് ദ ഇൻഫർമേഷൻ കൺസേണിംഗ് സ്റ്റുഡൻസ് ആൻഡ് ഡിസ്പെൻസ് സച്ച് ഇൻഫർമേഷൻ ഓൺലി ടു ദോസ് ഹു ആർ ലെജിറ്റിമേറ്റ്ലി എൻറ്റൈറ്റിൽഡ് ടു ഇറ്റ്. അപ്പോൾ സ്റ്റുഡൻസ് ടീച്ചേഴ്സിനോടുള്ള റെസ്പെക്റ്റും ട്രസ്റ്റും കൊണ്ട് പല പേഴ്സണലായിട്ടുള്ള ഇൻഫർമേഷൻസും അവരോട്
പറഞ്ഞെന്നിരിക്കാം, അവരോട് ഷെയർ ചെയ്തെന്നിരിക്കാം. അപ്പം ടീച്ചേഴ്സ് എപ്പോഴും ഈ ഇൻഫർമേഷൻസ് കോൺഫിഡൻഷ്യലായിട്ട് വെക്കേണ്ടത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അതാണ് അവരുടെ പ്രൊഫഷണലായിട്ടുള്ളൊരു എത്തിക്സ് പറയുന്നത്. ഇനി അതിലെന്തെങ്കിലും പേരൻസിനെ ഇൻഫോം ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ ചില കേസസിൽ അങ്ങനെയും വരാം. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഇൻഫർമേഷൻസ് അതിൻ്റെ ട്രൂ സ്പിരിറ്റിൽ വേണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. ഈ ഇൻഫർമേഷൻസ് ലെജിറ്റിമേറ്റ്ലി അല്ല ടീച്ചേഴ്സ് പാസ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ ആ കുട്ടിയുടെ ടോട്ടൽ പേഴ്സണാലിറ്റിയെ തന്നെ അത് ഡാമേജ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. നെക്സ്റ്റ്, റിഫ്രെയിൻ ഫ്രം സബ്ജക്റ്റിംഗ് എനി ചൈൽഡ് ടു ഫിയർ, ട്രോമ, ആൻസൈറ്റി, ഫിസിക്കൽ പണിഷ്മെൻറ്റ്, സെക്ഷൽ അബ്യൂസ് ആൻഡ് മെൻ്റൽ ആൻഡ് ഇമോഷണൽ ഹരാസ്മെൻറ്റ്. അപ്പോൾ ടീച്ചേഴ്സ് ഈച്ച് ആൻഡ് എവറി സ്റ്റുഡൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്, അതായത് ഫ്രം ഓൾ ഫോംസ് ഓഫ് ഫിസിക്കൽ ഓർ മെൻ്റൽ വയലൻസ്, ഇഞ്ചുറി ഓർ അബ്യൂസ്, നെഗ്ലക്റ്റിംഗ് ട്രീറ്റ്മെൻറ്റ്, എക്സ്പ്ലോയിറ്റേഷൻ ഇൻക്ലൂഡിങ് സെക്ഷൽ അബ്യൂസ്, ഇതിൽ നിന്നെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടുള്ള അപ്രോപ്രിയേറ്റ് മെഷേഴ്സ് ടീച്ചേഴ്സ് എടുത്തിരിക്കണം. Last, make planned and systematic efforts to facilitate the child to actualize his or her potential and talent. അപ്പോൾ ടീച്ചേഴ്സിൻ്റെ പ്രൈമറി റെസ്പോൺസിബിലിറ്റിയാണ് ഓരോ കുട്ടിയുടെയും ദ ബെസ്റ്റ് ടാലൻറ്റ് റെക്കഗ്നൈസ് ചെയ്തെടുക്കുക എന്നുള്ളത്. അവരുടെ അക്കാഡമിക് ആയിട്ടുള്ള അച്ചീവ്മെൻറ്റ്സിനെ മാത്രം അപ്രിഷ്യേറ്റ് ചെയ്താൽ പോരാ, അവരുടെ മറ്റ് ടാലൻസിനെയും ടീച്ചേഴ്സ് കണ്ടെത്തണം. ഇങ്ങനെ കണ്ടെത്തണമെങ്കിൽ ടീച്ചേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഓരോ സ്റ്റുഡൻസിനെയും ഒബ്സർവ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. നമ്മുടെ കരിക്കുലം ട്രാൻസാക്ട് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന പല സ്ട്രാറ്റജീസ് വഴി ഓരോ കുട്ടിയുടെയും നോളേജ് ടീച്ചേഴ്സിന് ഇൻ്റഗ്രേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. നെക്സ്റ്റ്, ഒബ്ലിഗേഷൻസ് ടുവേർഡ്സ് പേരൻസ്, കമ്മ്യൂണിറ്റി ആൻഡ് സൊസൈറ്റി. അതിലൊന്നാമതായിട്ട് പറയുന്നത്, എസ്റ്റാബ്ലിഷ് എ റിലേഷൻഷിപ്പ് ഓഫ് trust with parents or guardians in the interest of all-round development of students. ഇപ്പോൾ ചില കേസസിൽ പേരൻസ് അവരുടെ കുട്ടികളുടെ ഫോൾസ് ഇഗ്നോർ ചെയ്ത് ടീച്ചേഴ്സിനെ കുറ്റപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. അപ്പോൾ ടീച്ചേഴ്സ് ചെയ്യേണ്ടത് ആ ഒരു സർക്കംസ്റ്റൻസിൽ കുറച്ചൊന്ന് കോർഡിയലായിട്ട് റെസ്പോണ്ട് ചെയ്താൽ ആ ഒരു ഒറ്റ ഇൻസിഡൻറ്റ് കൊണ്ട് ചിലപ്പോൾ ആ ഒരു സ്റ്റുഡൻറ്റിൻ്റെ മൈൻഡ് സെറ്റിൽ ഒരു പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ടീച്ചറിന് സാധിച്ചെന്ന് വരാം. അതൊരു ഹാർമോണിയസ് റിലേഷൻഷിപ്പ്, അതുവരെ ഇല്ലാതിരുന്ന ഒരു ഹാർമോണിയസ് റിലേഷൻഷിപ്പ് ചിലപ്പോൾ ആ കുട്ടിയുമായിട്ട് ടീച്ചറിന് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പേരൻസ് സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ വരുമ്പോൾ മാത്രം നമ്മൾ കാര്യങ്ങൾ ഷെയർ ചെയ്യാതെ എന്തെങ്കിലും ഒക്കെ അപ്രിസിയേഷൻ നൽകാനുണ്ടെങ്കിൽ പേരൻസിനെ അങ്ങോട്ട് വിളിച്ചും നമ്മൾ ആ കാര്യങ്ങൾ ഷെയർ ചെയ്താൽ അത് പേരൻസുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനുമായിട്ടൊക്കെ സഹായിക്കും. സെക്കൻഡ്, desist from doing anything which is derogatory to the respect of the child or his or her parents or guardians. അപ്പോൾ ഇതിൽ പറയുന്നത് ഒരു പെർട്ടിക്കുലർ സ്റ്റുഡൻറ്റിനെ അല്ലെങ്കിൽ ആ സ്റ്റുഡൻറ്റിൻ്റെ പേരൻസിനെ മറ്റുള്ള സ്റ്റുഡൻസിൻ്റെ മുമ്പിൽ വെച്ച് അവരുടെ സെൽഫ് എസ്റ്റീം ലോവർ ചെയ്യുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടോക്ക് ഒരു ടീച്ചറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ ഇറ്റ് ഈസ് വെരി ഹസാർഡസ്. അപ്പോൾ ടീച്ചർ ശ്രമിക്കേണ്ടത് എല്ലാ കുട്ടികളെയും ഈക്വലി ട്രീറ്റ് ചെയ്യുക. അപ്പം ഏത് എക്കണോമിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതാണെങ്കിലും ഏത് റിലീജിയൻ, റീജിയൻ, കാസ്റ്റ്, ഡിസബിലിറ്റി കാറ്റഗറീസ് എന്തോ ആയിക്കോട്ടെ കുട്ടികളെയെല്ലാം ഈക്വലി ട്രീറ്റ് ചെയ്യാനായിട്ട് ടീച്ചേഴ്സിന് സാധിക്കണം. ലാസ്റ്റ്, കീപ് ദ കൺട്രി uppermost in mind and refrain from taking part in any such activities which may spread feelings of hatred or enmity among different communities, religious and linguistic groups. ഇതിൽ പറയുന്നത് there should be a clear focus on developing the concept of being an Indian first. കുട്ടികളിലേക്ക് എത്തിക്കുക, അവർ ആദ്യം ഏതൊരു ഗ്രൂപ്പിൻ്റെയും മെമ്പർ ആവുന്നതിന് മുൻപ് they are Indians and then affiliation to a specific group later. അപ്പം ഇത് നല്ലൊരു ഫൗണ്ടേഷൻ, നാഷണൽ ഇൻറ്റഗ്രേഷനുള്ളൊരു ഫൗണ്ടേഷനാണ് ഈ ഒരു കോൺസെപ്റ്റ് കുട്ടികളിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ടീച്ചേഴ്സിൻ്റെ പേഴ്സണൽ വ്യൂസ് പല കാര്യങ്ങളിലുണ്ടാവും, റിലീജിയൻ, റീജിയൻ, കാസ്റ്റ് എന്തോ ആയിക്കോട്ടെ. ആ പേഴ്സണൽ വ്യൂസ് ഒന്നും കുട്ടികളിലേക്ക് എത്തിക്കാനുള്ളൊരു പ്ലാറ്റ്ഫോമായിട്ട് സ്കൂളിനെ കൺസിഡർ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ എന്തെങ്കിലും നമ്മുടെ രാജ്യത്തെ കറണ്ട് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ കോൺഫ്ലിക്ട്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ ടീച്ചേഴ്സ് ഒരു സൈഡും എടുക്കാതെ റീഫ്രെയിൻ ചെയ്ത് നിൽക്കുക. അതുപോലെ തന്നെ
ആ കോൺഫ്ലിക്റ്റിനെ പറ്റി വളരെ ബാലൻസ്ഡ് ആൻഡ് ഒബ്ജക്റ്റീവ് ആയിട്ടുള്ളൊരു വ്യൂ ആയിരിക്കണം കുട്ടികളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കേണ്ടത്. നെക്സ്റ്റ്, ഒബ്ലിഗേഷൻസ് ടുവേർഡ്സ് ദ പ്രൊഫഷൻ ആൻഡ് കൊളീഗ്സ്. അതിലൊന്നാമതായിട്ട് പറയുന്നത് സ്ട്രൈവ് ഫോർ കണ്ടിന്യൂവസ് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ആസ് ടീച്ചേഴ്സ് വി ആർ എക്സ്പെക്റ്റഡ് ടു ഇക്വിപ്പ് സ്റ്റുഡൻസ് ഫോർ ലൈഫ് ലോങ് ലേണിംഗ്. അപ്പോൾ അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് ത്രൂ ഔട്ട് ദെയർ ലൈഫ് ലേണിംഗ് പ്രോസസ്സ് തുടർന്നുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് അവർ ന്യൂസ് പേപ്പേഴ്സ്, മാഗസിൻസ്, പ്രൊഫഷണൽ ജേർണൽസ്, അവരുടെ സ്പെഷ്യലൈസേഷനിൽ വരുന്ന പുതിയ ബുക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം റെഫർ ചെയ്യണം. അവരുടെ കൊളീഗ്സുമായിട്ട് ഡിസ്കഷൻസിൽ ഏർപ്പെടണം, റിസർച്ച് നടത്തണം, സ്റ്റഡി സർക്കിൾ, സെമിനാർ, കോൺഫറൻസ്, വർക്ക്ഷോപ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഇങ്ങനെയൊക്കെ അവർ കണ്ടിന്യൂസ്ലി ലേണിംഗ് പ്രോസസ്സ് തുടർന്നാൽ അവർക്ക് ഓഫ്കോഴ്സ് അവരുടെ പ്രൊഫഷനിലൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടാവുന്നതായിരിക്കും. സെക്കൻഡ്, ക്രിയേറ്റ്സ് എ കൾച്ചർ ദാറ്റ് എൻകറേജസ് പർപ്പസ്ഫുൾ കൊളാബറേഷൻ ആൻഡ് ഡയലോഗ് എമംഗ് കൊളീഗ്സ് ആൻഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഇതിൽ പറയുന്നത് ഇപ്പോൾ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ സ്റ്റാഫ് മീറ്റിംഗ്സ് നടത്താറുണ്ട് എന്ന് പറയുന്ന പോലെ ഒരു റെഗുലർ പ്രാക്ടീസ് ഉണ്ടായിരിക്കുക ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ടീച്ചേഴ്സ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാനായിട്ട്. അതായത് ഇപ്പോൾ കരിക്കുലം ട്രാൻസാക്ഷനിലോ ക്ലാസ് റൂം മാനേജ്മെൻറ്റിലോ ഒക്കെ അവർ ഫേസ് ചെയ്യുന്ന ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം. അതെല്ലാം ഇവർക്ക് ഫ്രീ ആയിട്ടും ഫ്രാങ്ക് ആയിട്ടും ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയെടുക്കാം ഒരു റെഗുലർ ബേസിസിൽ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇതിനെല്ലാം ഒരു കളക്റ്റീവ് സൊല്യൂഷൻ കിട്ടുകയും ചെയ്യും. അതുപോലെ ഈ ഇൻസ്റ്റിറ്റ്യൂഷനെ നമുക്ക് അക്കാഡമിക്കലി ഒത്തിരി സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു മെത്തേഡ് വഴി സാധിക്കുകയും ചെയ്യും. അപ്പം ഓരോ ഇൻഡിവിജ്വൽ ടീച്ചേഴ്സിനും അവരുടേതായ ഒരു ഷെയർ ഇതിലേക്ക് അക്കാഡമിക്കലി കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഫൈനലി, takes pride in the teaching profession and treats other members of the profession with respect and dignity. അപ്പോൾ ടീച്ചിങ് പ്രൊഫഷനിൽ ജോയിൻ ചെയ്തതിൽ എല്ലാ ടീച്ചേഴ്സിനും പ്രൈഡ് ഉണ്ടായിരിക്കണം. അപ്പോൾ അവർ ചൂസ് ചെയ്ത പ്രൊഫഷനിൽ അവർക്ക് പ്രൈഡോ ഡിഗ്നിറ്റിയോ ഡിസ്പ്ലേ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും അവരുടെ സ്റ്റുഡൻസിലേക്ക് അവരുടെ ദ ബെസ്റ്റ് എത്തിക്കാനായിട്ട് ഒരു ടീച്ചറിനും സാധിക്കില്ല. അതുപോലെ ടീച്ചിങ് പ്രൊഫഷനിലെ എല്ലാ മെമ്പേഴ്സിനെയും ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ അക്കാഡമിക് ആൻഡ് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസ്, അതായത് പ്രൈമറി ഓർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് ഏതും ആയിക്കോട്ടെ, ഓൾ ഡിസേർവ് ടു ബി ട്രീറ്റഡ് വിത്ത് റെസ്പെക്റ്റ് ആൻഡ് ഡിഗ്നിറ്റി. അതുപോലെ ഒരു ടീച്ചറും മറ്റൊരു ടീച്ചറിൻ്റെ റെപ്യൂട്ടേഷൻ താഴ്ത്തുന്ന രീതിയിൽ ഒരു ആക്ടിവിറ്റീസും ചെയ്യാൻ പാടില്ല. That is, a teacher should do nothing to lower the reputation of other teachers due to feelings of jealousy or due to any other reason, as the reputation of the profession depends to a large extent on the reputation of its individual members. അപ്പോൾ ഇതൊക്കെയാണ് മേജർ പ്രൊഫഷണൽ എത്തിക്സ് ടു ബി ഫോളോഡ് ബൈ ദ ടീച്ചേഴ്സ്. That's all. Thank you.